മുഖ്യമന്ത്രിയായിരുന്ന നേതൃത്വം ചർച്ച ചെയ്യുന്നതിനിടെ വി ഡി സതീശനായി തെരുവിലിറങ്ങിയിരിക്കുകയാണ് പ്രവർത്തകർ എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ള വാർത്ത. എറണാകുളത്ത് കോൺഗ്രസ് പ്രവർത്തകർ വി ഡി അനുകൂല പ്രകടനം നടത്തി. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രകടനം. ആ പ്രകടനത്തിലേക്ക് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കേരളത്തിൽ തകർന്നു കോൺഗ്രസിനാ കൈപിടിച്ചു ഉയർത്തിയിട്ട് ഇത്രയും വരെ എത്തിച്ച് ചോരനീരാക്കി കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി കൊടുക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം. കോഴിക്കോടും കണ്ണൂരും വി ഡി സതീശനെ അനുകൂലിച്ച് പ്രവർത്തകർ പ്രകടനത്തിന് ആഹ്വാനം ചെയ്തു. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ആദ്യം വിഷ്ണു സുരേഷിലേക്ക് കടക്കുകയാണ്. വിഷ്ണു, കൊച്ചിയിലെ നെട്ടൂരിൽ നിന്നാണ് ചേരുന്നത്. വിഷ്ണു, സംസ്ഥാനത്തുടനീളം വി ഡി സതീശനായി പ്രവർത്തകർ ഇതാ തെരുവിലിറങ്ങുന്നു. പടം നയിച്ചവൻ ഇനി നയിക്കട്ടെ എന്ന കാര്യമാണ് അവർ പറയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? നേരത്തെ നമ്മൾ കണ്ടത് ആദ്യഘട്ടമാണ്. ഈ മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരുടെ ആദ്യഘട്ട അമർഷമാണ് ഫ്ലെക്സ് രൂപത്തിൽ നമ്മൾ പലയിടങ്ങളിൽ കണ്ടത്. വി ഡി അനുകൂലിച്ചും കെ സി അനുകൂലിച്ചും ആർ സി അനുകൂലിച്ചും ഒക്കെ പല ഫ്ലെക്സുകൾ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഔദ്യോഗികമായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുന്നു. ആ ഘട്ടത്തിൽ പലയിടങ്ങളിലും കെ സിക്കാണ് MLA-മാരുടെ പിന്തുണ എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നു. അതിനിടയിലാണ് ഇതിന്റെ രണ്ടാം ഘട്ടം, അതായത് പ്രവർത്തകർ രണ്ടാം ഘട്ടം പരസ്യ പ്രതികരണത്തിലേക്കും തെരുവിലേക്ക് ഇറങ്ങിയുള്ള പ്രതിഷേധങ്ങളിലേക്കും പ്രകടനത്തിലേക്കും എത്തിയത്. അതിന്റെ ആദ്യപടി ഇപ്പോൾ നമ്മൾ കണ്ടത് എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ നിന്നാണ്. നെട്ടൂരിലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് INTUC പ്രവർത്തകരാണ് വി ഡി സതീശനെ അനുകൂലിച്ചുകൊണ്ട് എറണാകുളം INTUC ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായി മുന്നോട്ട് വന്നത്. അതിന്റെ മുദ്രാവാക്യം വിളിയൊക്കെ നമ്മൾ കേട്ടതാണ്. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് സമാനതകളില്ലാത്ത പ്രതിസന്ധിയുടെ കടന്നുപോയി. കഴിഞ്ഞ 5 വർഷം കോൺഗ്രസിനെ റീബിൽഡ് ചെയ്തത് UDF-നെ അധികാരത്തിലേക്ക് എത്തിച്ചത്. ആ പേര്, അതിനൊരൊറ്റ പേര് മാത്രമാണുള്ളത്. അത് വി ഡി സതീശൻ എന്നാണ്. അതുകൊണ്ട് വി ഡി സതീശനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനം അത് അംഗീകരിക്കാനാകില്ല എന്നാണ് എറണാകുളത്തെ ഇപ്പോൾ ഈ പ്രകടനം നടത്തിയ പ്രവർത്തകരുടെ പൊതുവികാരം. വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഘട്ടത്തിലൊക്കെ നമ്മൾ ആ മുദ്രാവാക്യം വിളി കേട്ടതാണ്. വി ഡി സതീശൻ CM എന്ന് ചേർത്താണ് അവർ മുദ്രാവാക്യമായി വിളിച്ചത്. ഇന്നലെ പറവൂരിലെത്തിയപ്പോൾ, അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെത്തിയപ്പോൾ അത് ഒരുപടി കൂടി കടന്ന് വി ഡി സതീശൻ തിരിച്ചിനി പറവൂരിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രിയായി എത്തും. അങ്ങനെ എത്തിയില്ല എങ്കിൽ അപ്പോൾ ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ സ്വഭാവം എന്തെന്ന് കാണിക്കാമെന്ന പരസ്യ മുന്നറിയിപ്പ് പറവൂരിൽ നിന്ന് വന്നത് നമ്മൾ കണ്ടതാണ്. അതിന്റെയൊക്കെ തുടർച്ചയാണ് ഇപ്പോൾ ഈ നെട്ടൂരിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ വരും മണിക്കൂറിലുമൊക്കെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ എറണാകുളത്ത് നിന്ന് സ്വാഭാവികമായും പ്രതീക്ഷിക്കാം. കാരണം വി ഡിക്ക് പൊതുവെ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് എറണാകുളം. വി ഡി അനുകൂലികൾ ധാരാളമുള്ള ഒരു ജില്ലയാണ് എറണാകുളം. അതുകൊണ്ട് ഇനിയും പ്രതിഷേധങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ പ്രകടനങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. വി ഡി അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം എന്ന് പറയുമ്പോൾ തന്നെ അത് ഹൈക്കമാൻഡിനും അതോടൊപ്പം നേതൃത്വത്തിനുമുള്ള പ്രതിഷേധമായി കൂടി കണക്കാക്കാം. വി ഡിയെ മുഖ്യമന്ത്രിയായി ആക്കിയില്ല എങ്കിൽ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് പരിഗണിച്ചില്ല എങ്കിൽ കോൺഗ്രസ് ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, കോൺഗ്രസ് പ്രതിരോധത്തിലേക്കൊക്കെ പോകേണ്ട സാഹചര്യം ഉണ്ടാകും. ഈ വീഡിയോട് ചെയ്യുന്നത് അല്ലെങ്കിൽ വീഡിയോ അത്തരത്തിലുള്ള നടപടിയിലേക്ക് മുഖ്യമന്ത്രിയാക്കിയില്ല എങ്കിൽ അതൊരു അനീതിയാണ്, അത് നീതികേടാണ്, അത് അങ്ങേയറ്റം നാണക്കേട് പാർട്ടിക്ക് ഉണ്ടാക്കുമെന്ന പ്രവർത്തകർ, അതായത് വി ഡി അനുകൂലികളായ പ്രവർത്തകർ മുന്നോട്ട് വെക്കുകയാണ്. അനൂപ്, ഒപ്പം തന്നെ വിഷ്ണു, ഒരു കാര്യം കൂടി, അതായത് ഈ വീടിക്ക് വേണ്ടി ഇപ്പോൾ പ്രവർത്തകർ തെരുവിലിറങ്ങുന്നു. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഫ്ലെക്സ് യുദ്ധം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഡയറക്റ്റായി മുദ്രാവാക്യം വിളികളുമായി വീടിക്ക് വേണ്ടി ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇനി ചിലപ്പോൾ കെ സിക്ക് ഇറങ്ങാം, ഇനി ചെന്നിത്തലയ്ക്ക് വേണ്ടി ഇറങ്ങാം. അങ്ങനെ ഈ മൂന്നായി തിരിഞ്ഞ് പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ പ്രകടനം വിളിക്കുന്ന, മുദ്രാവാക്യം വിളിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതകളേറെയാണല്ലേ? ഉറപ്പായും അതിന് ഒരു തർക്കവുമില്ല. അടുത്ത പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അടുത്ത അനുകൂല പ്രകടനങ്ങൾ പലയിടങ്ങളിൽ നിന്നായി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഈ ഫ്ലെക്സ് യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ കണ്ടതാണ്. അതിനു മുൻപ് എറണാകുളത്ത് നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണം എന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പ്രതികരണം വന്നപ്പോൾ ആലപ്പുഴയിൽ നിന്ന് RC വിഭാഗവും അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ നിന്ന് തന്നെ KC വിഭാഗവും ഒക്കെ പരസ്യ പ്രതികരണവുമായി എത്തിയതാണ്. അതിന് പിന്നാലെയാണ് ഫ്ലെക്സ് പോരിലേക്ക് എത്തിയത്. ഇപ്പൊ ഏറ്റവും ഒടുവിലായി പ്രകടനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് ആദ്യം തുടങ്ങി വെച്ചിരിക്കുന്നത് വി ഡി അനുകൂല പ്രകടനമാണ്. അതിനുശേഷം സ്വാഭാവികമായും
തീർച്ചയായും KC അനുകൂല പ്രകടനങ്ങളും RC അനുകൂല പ്രകടനങ്ങളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞായറാഴ്ചയോടുകൂടി ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ നിരാശയുള്ള ആർക്കാണോ, അതായത് ACC എടുക്കുന്ന തീരുമാനം അത് ആർക്കാണോ എതിരാകുന്നത് അവർ തുടർ പ്രതിഷേധങ്ങളുമായി തെരുവിലേക്ക് ഇറങ്ങുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിപ്പോൾ വീഡിയോയാണ് മാറി നിൽക്കേണ്ടി വരുന്നതെങ്കിൽ ആ പ്രതിഷേധത്തിന്റെ തോത് അത് അല്പം കനക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കഴിഞ്ഞ 5 വർഷം UDFന്റെ മുഖമായി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുഖമായി ഒക്കെ നിന്ന് ഫ്രണ്ട് ലൈനിൽ ഉണ്ടായിരുന്ന ഒരാൾ VD സതീശനാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പല ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഘട്ടത്തിലും ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അത് എന്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്, വിജയമാണെങ്കിൽ അത് UDFന്റെ ക്രെഡിറ്റ് ആണ് എന്ന് പറഞ്ഞൊരു നേതാവാണ് VD സതീശൻ. ആ ഒരു പശ്ചാത്തലത്തിൽ VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ല എങ്കിൽ അതിന്റെ പ്രതിഷേധ തോത് നമ്മൾ പ്രതീക്ഷിക്കാവുന്നതിനും അപ്പുറത്തേക്കാണ്. അത് കോൺഗ്രസിൽ ഉണ്ടാക്കാൻ പോകുന്ന ഭിന്നത ചെറുതായിരിക്കില്ല. നമ്മൾ വരും മണിക്കൂറിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ RCയുടെയും KCയുടെയും ഒക്കെ പ്രതിഷേധ പ്രകടനങ്ങൾ അല്ലെങ്കിൽ അനുകൂല പ്രകടനങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അനൂപ്, യെസ്, അത് തന്നെയാണ്. എന്തായാലും തെരുവിലേക്ക് പ്രവർത്തകർ ഇറങ്ങുകയാണ്. സ്വന്തം പാർട്ടിയിലെ 3 നേതാക്കൾക്ക് വേണ്ടി 3ആയി തിരിഞ്ഞ് പ്രതിഷേധിക്കേണ്ട അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് മുദ്രാവാക്യം വിളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് പോയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.